ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹ്. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. ബഹുമാനികളെ, പരിശുദ്ധ റമളാൻ നാം നോമ്പനുഷ്ഠിക്കുന്നു. അതുപോലെ ധാരാളം സുന്നത്തുകൾ നിസ്കരിക്കുന്നു. നേരത്തെ ചില സുന്നത്ത് നിസ്കാരത്തിന്റെ മഹത്വങ്ങൾ നമ്മൾ പഠിച്ചു. അതിൽപ്പെട്ട റവാത്തിബ് നിസ്കാരം, ഫർളുകൾക്ക് മുമ്പും ശേഷവുമുള്ള സുന്നത്ത് നിസ്കാരങ്ങൾ. അള്ളാഹുവിന് നിസ്കാരങ്ങളെ കൊണ്ട് ധാരാളം നാം അടുക്കേണ്ടതുണ്ട്, സുജൂദുകളെ കൊണ്ട് അടുക്കേണ്ടതുണ്ട് എന്ന് നമുക്കറിയാം. റവാത്തിബ് സുന്നത്ത് നിസ്കാരം ഏറ്റവും ശ്രേഷ്ഠമായ നിസ്കാരമാണ്. ഫർദ് നിസ്കാരങ്ങൾക്ക് പുറമെ കഴിവിന്റെ പരമാവധി നാം റവാത്തിബ് സുന്നത്ത് നിസ്കരിക്കണം. അതിന്റെ മഹത്വങ്ങളിൽ ചിലത് ഓർമ്മപ്പെടുത്തുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, മാ മിൻ അബ്ദിൻ മുസ്ലിമിൻ യുസല്ലി ലില്ലാഹി തആല കുല്ല യൗമിൻ 12 റക്അഹ് തതവ്വുഅൻ ഗൈറൽ ഫരീള. ഒരാൾ 12 റക്അത്ത്, ഏതൊരു മുസ്ലിമായ മനുഷ്യനും അള്ളാഹുവിന്റെ പൊരുത്തത്തിന് വേണ്ടി ദിവസവും ഫർള് അല്ലാതെ തന്നെ സുന്നത്ത് നിസ്കാരം ഒരു 12 റക്അത്ത് നിസ്കരിച്ചാൽ ഇല്ലാ ബനല്ലാഹു ലഹു ബൈതൻ ഫിൽ ജന്നഹ്, അവൻക്ക് സ്വർഗത്തിൽ അള്ളാഹു ഒരു വീടിനെ പണിയുന്നതാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഫർളുകൾക്ക് മുമ്പും ശേഷവും 10 റക്അത്താണ് മുഅക്കദായ സുന്നത്ത്, ശക്തമായ സുന്നത്ത്. അത് ജീവിതത്തിൽ തീർച്ചയായും പതിവാക്കണം. ഇനി അതിൽ കൂടുതൽ നിസ്കരിക്കാൻ കഴിയുമെങ്കിൽ അങ്ങനെയും നിസ്കരിക്കണം. ബഹുമാനപ്പെട്ട ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു പറയുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കൂടെ ഞാൻ ളുഹറിന് മുമ്പ് 2 റക്അത്ത് നിസ്കരിച്ചു. റക്അത്തൈനി ബഅദഹ, ളുഹറിന് ശേഷം 2 റക്അത്ത് നിസ്കരിച്ചു. റക്അത്തൈനി ബഅദൽ ജുമുഅ, ജുമുഅക്ക് ശേഷം 2 റക്അത്ത് നിസ്കരിച്ചു. റക്അത്തൈനി ബഅദൽ മഗ്രിബ്, മഗ്രിബിന് ശേഷം 2 റക്അത്ത് നിസ്കരിച്ചു. റക്അത്തൈനി ബഅദൽ ഇശാ, ഇശായിന് ശേഷം 2 റക്അത്ത് നിസ്കരിച്ചു. അതുപോലെ സുബഹിക്ക് മുമ്പും 2 റക്അത്ത്. ഇപ്പൊ 10 ആയി. ളുഹറിന് ശേഷം ജുമുഅക്ക് ശേഷം, അത് പിന്നെ ജുമുഅക്ക് ശേഷം എന്നുള്ള നിലക്ക് ളുഹറിന് ശേഷം ഉള്ളതാണ്. അപ്പൊ ളുഹറിന് മുമ്പും ശേഷവും, പിന്നെ മഗ്രിബിന് ശേഷം 2, ഇശായിന് ശേഷം 2, പിന്നെ സുബഹിക്ക് മുമ്പുള്ള 2. ഇങ്ങനെ 5 സമയങ്ങളിലായി 10 റക്അത്താണ് ശക്തമായ സുന്നത്തുള്ളത്. അത് നാം നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും പതിവാക്കണം എന്ന് ഓർമ്മപ്പെടുത്തുന്നു. അതുപോലെ തങ്ങൾ പറഞ്ഞ ഒരു വാചകത്തിൽ ഇങ്ങനെ കാണാം, ബൈനകുല്ലി അദാനൈനി സ്വലാ, ബൈനകുല്ലി അദാനൈനി സ്വലാ, ബൈനകുല്ലി അദാനൈനി സ്വലാ. ആവർത്തിച്ച് 3 തവണ ആവർത്തിക്കുകയാണ്. ഏത് ബാങ്കു ഇക്കാമത്തിന്റെ അടുക്ക്, എല്ലാ ബാങ്കിന്റെ ഇക്കാമത്തിന്റെ അടുക്ക് 2 റക്അത്ത് നിസ്കാരമുണ്ട്. ജുമുഅ നിസ്കാരത്തില് ജുമാക്ക് മുമ്പ് 2 റക്അത്ത് സുന്നത്ത് നിസ്കാരമുണ്ട് എന്നതിന് ഈ ഹദീസ് തെളിവാണ്. കാരണം അവിടെയും ബാങ്കു ഇക്കാമത്തുണ്ടല്ലോ. അപ്പൊ ബാങ്കു ഇക്കാമത്തിന്റെ അടുക്ക് 2 റക്അത്തുണ്ട്. എല്ലാ ഫർള് നിസ്കാരങ്ങൾക്കും മുമ്പും 2 റക്അത്തുണ്ട്. ളുഹറിന് മുമ്പുണ്ട്, അസറിന് മുമ്പുണ്ട്, മഗ്രിബിന് മുമ്പുണ്ട്, അത് സുന്നത്താണ്. ഇശായിന് മുമ്പുണ്ട്, സുബ്ഹിക്ക് മുമ്പുണ്ട്. ശേഷം പിന്നെ അസറിന് ശേഷമില്ല. അതോടുകൂടെ അതുകൊണ്ട് ഈ മുഅക്കദായി 12 റക്അത്ത് അല്ലെങ്കിൽ 10 റക്അത്ത് നാം സ്വർഗത്തിൽ ഒരു വീട് നിർമ്മിച്ചു കൊടുക്കുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ച ആ നിസ്കാരം നാം നിർവഹിക്കണം. ഇനിയും ഓരോ വക്തിന്റെയും പ്രത്യേകമായ പ്രതിഫലം. ളുഹറിന് മുമ്പ് 4, ളുഹറിന്റെ ശേഷം 4, അസറിന് മുമ്പ് 4, ഇങ്ങനെ ഓരോ റക്അത്തിന്റെയും പ്രതിഫലങ്ങൾ നബി തങ്ങൾ വേറെ വേറെ പറഞ്ഞിട്ടുണ്ട്. അത് ഇൻഷാ അല്ലാഹ് സുബ്ഹിന് മുമ്പുള്ള 2 റക്അത്തിനെ പറ്റി നബി തങ്ങൾ പറഞ്ഞത്, ഖൈറു റക്അത്തൈനി ഖബലൽ ഫജ്രി ഖൈറും മിനദ് ദുനിയ വമാ ഫീഹാ. സുബ്ഹിക്ക് മുമ്പ് 2 റക്അത്ത് നിസ്കരിച്ചാൽ, സുബ്ഹിക്ക് മുമ്പുള്ള 2 റക്അത്ത് നിസ്കാരം ദുനിയാവും അതിലുള്ള സർവ്വ വസ്തുക്കളും ലഭിക്കുന്നതിനേക്കാളും ഉത്തമമാണ്. ദുനിയാവും അതിലുള്ള സർവ്വ വസ്തുക്കളും ലഭിക്കുന്നതിനേക്കാളും ഉത്തമമാണ്. സുബ്ഹിക്ക് മുമ്പുള്ള 2 റക്അത്ത് ഒരിക്കലും നഷ്ടപ്പെടുത്തരുത്. സുബ്ഹി ഖളാ ആകാനിക്കണമെങ്കിൽ വേഗം സുബ്ഹി നിസ്കരിക്കുക. എന്നിട്ടെങ്കിലും ആ മുമ്പുള്ള 2 റക്അത്ത് നമ്മൾ നിസ്കരിക്കണം. ഈ ദുനിയാവിലുള്ള സ്വർണങ്ങളും
പൊന്നും അതുപോലെ വെള്ളിയും ലോകം മുഴുവനും നമ്മുടെ കയ്യിൽ വരുന്നതിനേക്കാളും ഉത്തമമാണ് ഒരു 2 റക്അത്ത് സുബ്ഹി നിസ്കാരത്തിന് മുമ്പ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുമ്പോൾ ഇതിന് വലിയ പ്രതിഫലമല്ലേ? അത് നമ്മൾ അള്ളാഹുവിന്റെ പൊരുത്തത്തിനു വേണ്ടി നിസ്കരിക്കണം എന്ന് കൂടി ഓർമ്മപ്പെടുത്തുന്നു. ഇൻഷാ അല്ലാഹ് ളുഹറിനും മുമ്പ് 4ഉം അതുപോലെ ളുഹറിന്റെ ശേഷമുള്ള 4ന്റെ ഒക്കെ പ്രതിഫലം അടുത്ത ക്ലാസ്സുകളിൽ പറയാമെന്ന് കരുതുന്നു. അള്ളാഹു ധാരാളം ഇബാദത്തുകൾ ചെയ്യാനും പുണ്യങ്ങൾ മനസ്സിലാക്കാനും തൗഫീഖ് നൽകുമാറാവട്ടെ എന്ന് ദുആ ചെയ്യുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.